അങ്ങനെ 4 ദിവസത്തെ സ്റ്റേ ഇവിടെ നടന്നു. അങ്ങനെ നല്ല വിഷമത്തോട് കൂടിയിട്ട് ഡൽഹിയിൽ നിന്ന് ഇറങ്ങി സുഖജീവിതമൊക്കെ അവസാനിപ്പിച്ചു. അങ്ങനെ ഡൽഹിയോട് യാത്ര പറഞ്ഞിട്ട് പോവാണ്. കഴിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ വേസ്റ്റ് മൊത്തം ഡംപ് ചെയ്യണ സ്ഥലം കണ്ടു. എന്തിട്ട് ഡംപിങ് അത്, എന്ത് വലിയ കുന്നിൻ്റെ അതിലുണ്ടാക്കി വെച്ചിട്ടുള്ളത് നോക്കി, ഇത്രയ്ക്കധികം വേസ്റ്റാണ്. പക്ഷേ മണമൊന്നുമില്ല കേട്ടാ. അങ്ങനെ അതൊക്കെ കണ്ടു. കഴിക്കാൻ വെച്ച് കഴിഞ്ഞാൽ മോളിൽ നിന്ന് ലോറിക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇത്രയും വലിയ സംഭവം പോലെ എന്നുള്ളത്. അങ്ങനെ നേരെ പോകുമ്പോഴാണ് നേരെ ഹരിയാന ബോർഡർ. അങ്ങനത്തെ ഒരു ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ട് പുണ്യം ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം ചവിട്ടി. അങ്ങനെ നോക്കുമ്പോൾ ഒരു മന്ദിരമുണ്ട്. മന്ദിരം ചർച്ച് കയറി കിടന്നപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടുത്തെ ആളോട് സംസാരിച്ചിട്ട് അവിടെ കാണുന്നത് തിണ്ടിൻ്റെ സൈഡിൽ തന്നെ അവിടെ കിടന്നു സൈഡായി. വെയിൽ വലിയ കുഴപ്പമില്ല, എന്നാലും പിടിച്ചില്ല. എന്നാലും പക്ഷേ വെയിലത്ത് ചവിട്ടണ വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ജുറാസിക് പാർക്കൊക്കെ കണ്ട്. ജുറാസിക് പാർക്കിന് സൈഡിൽ കൂടെ പടച്ചു. പുറത്തോടെ പോയി കഴിഞ്ഞാൽ ഡൈനോസർ ഒന്നും അറിയില്ലല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ആദ്യം കിട്ടിയപ്പോൾ ട്രോമ്പിൽ സെറ്റായി. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ എവിടെയാ കിടന്നറ മോനെന്ന് പറഞ്ഞു.